ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നോടെ ആരാമത്തിൽ. നമസ്കാരം. ഭരതനാട്യം എന്ന സിനിമയിലെ കലാകാരന്മാരാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് ഏറെ സ്നേഹിതരെ സ്വാഗതം ചെയ്യാം. അയ്യോ, ഞാൻ പഠിച്ചു വെച്ച ഓർഡർ മാറിപ്പോയത്. ഈ ചമ്മല് നമുക്ക് ലൈഫില് ഈസി ആയിട്ടങ്ങ് ചെമ്മും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് ചെമ്മിയ ഒന്ന് രണ്ട് ആക്ടേഴ്സ് ഞാൻ കണ്ടത്. ഒന്ന് അഭിരാം, അത് ഭയങ്കര രസമായിരുന്നു. ആ സീക്വൻസ് നിങ്ങൾ ഇനി ഒന്ന് കാണുമല്ലോ. ഭരതനാട്യം ഇദ്ദേഹത്തിന് കുറച്ചറിയാം, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ക്രാഷ് കോഴ്സിന് പോയായിരുന്നു. അപ്പൊ കുറച്ച് മുദ്രകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സൈജു ചേട്ടൻ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു പ്രൊഡ്യൂസർ ആയിരിക്കാം. ഇങ്ങനെ പറഞ്ഞ് വെറുതെ ആൾക്കാരുടെ ട്രോളും ഇങ്ങനെ പറയല്ലേ. അപ്പൊ ഇതിനകത്തും ആ ഒരു സിമിലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ മോനാണോ അല്ലേ? ഗസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒബ്വിയസ്ലി. നമസ്കാരം. ഭരതനാട്യം എന്ന സിനിമയിലെ കലാകാരന്മാരാണ് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൽ അഭിനേതാക്കളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അഭിരാം രാധാകൃഷ്ണൻ, സൈജു കുറുപ്പ് ആൻഡ് സ്വാതി ദാസ് പ്രഭു. നമസ്കാരം. സിനിമയുടെ പേര് തന്നെ ഭരതനാട്യം എന്നാണ്, പക്ഷെ ട്രെയിലറിൽ ഞാൻ ഭരതനാട്യം കണ്ടില്ല, എനിക്കറിയില്ല എന്തായിരുന്നു. അപ്പം ഞാനിത് ഫസ്റ്റത്തെ ക്വസ്റ്റൻ തന്നെ സൈചേട്ടനെ ചോദിക്കാം. കാരണം ഐ തിങ്ക് ഈ സിനിമയിൽ മറ്റെല്ലാവരെക്കാളും സൈചേട്ടൻ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൂവി ബിക്കോസ് ഇറ്റ്സ് എ ഫസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു? കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വി ആർ ജസ്റ്റ് ആക്ടേഴ്സ്, പക്ഷെ സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ എഫേർട്ട് ആൻഡ് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയായിരുന്നു? എനിക്ക് വലിയ ഭാരം വന്നിട്ടില്ല ഈ പ്രൊഡ്യൂസർ എന്നുള്ളൊരു നിലയിൽ. അതിൻ്റെ കാരണം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടാണ് ഞാൻ പാർട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്, തോമസ് തിരുവല്ല ഫിലിംസ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ഉണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ മറന്നു വരുന്നത് ഞാൻ എൻ്റെ പ്രൊഡ്യൂസറാണ്. ഞാനൊരു ആക്ടറായിട്ട് തന്നെ ജനറലി നമ്മൾ ലൊക്കേഷനിൽ പോയി അഭിനയിക്കും, ഡയലോഗ്സ് ഒക്കെ പഠിക്കണമല്ലോ. അത് പഠിച്ച് പിന്നെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ എവറി ഡേ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റിപ്പോർട്ട് കിട്ടും. ഇന്ന് ഇതൊക്കെയാണ് ലൊക്കേഷനിൽ എടുത്തത്, നമ്മുടെ ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും നമുക്ക് ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, ഇത്രയും സീൻസ് തീർന്നു. ഇതൊക്കെ അല്ലെങ്കിൽ ഒരു ജനറലി ഒരു ആസ് ആൻ ആക്ടർ നമ്മളിപ്പം എല്ലാ സീനിലും അഭിനയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ ആ ഒരു ദിവസത്തെ. പക്ഷേ ഇതിപ്പോൾ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ആ ഒരു കറക്റ്റ് കണക്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ എത്ര രൂപ ചിലവായി, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ കമ്മിങ് ബാക്ക് ടു നിങ്ങൾ പറഞ്ഞ പോലെ ഭരതനാട്യം ഇദ്ദേഹത്തിന് കുറച്ചറിയാം, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ക്രാഷ് കോഴ്സിന് പോയായിരുന്നു. അപ്പൊ കുറച്ച് മുദ്രകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, പക്ഷെ നമ്മളത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ട്രെയിലറിൽ നമ്മൾ ആ ഒരു ഭരതനാട്യത്തിന്റെ പരിപാടികൾ ഭരതനാട്യം കണ്ടില്ല, അപ്പൊ ഞാൻ പേര് എന്തുകൊണ്ടാന്ന് അങ്ങനെ ആലോചിച്ചു. പിന്നെ ഈ ആസ് എ പ്രൊഡ്യൂസർ പറയുമ്പോൾ ഞാൻ റീസെന്റ് വിനീത് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഷൂട്ട് നടക്കുമ്പോൾ അതിനിടയിലാണെങ്കിൽ പോലും പ്രൊഡ്യൂസർ പോലും ക്രിക്കറ്റ് കളിക്കാൻ പോകും, ഞാൻ നിർബന്ധിച്ച് വേണം ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യാൻ. അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും ഉഴപ്പായിരുന്നു? അതോ എങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മള് ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു അവിടെ സൗകര്യമില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം ക്രിക്കറ്റ് കളിക്കാൻ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഒരു ബഡ്ജറ്റിലാണല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൊഡക്ഷൻ കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബഡ്ജറ്റേ ആകാൻ പാടുള്ളൂ. അവിടെ നമ്മൾ മാക്സിമം സമയം വെറുതെ കളയാണ്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അതിൻ്റെ അകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ആ ടെക്നീഷ്യൻസും ഇൻവോൾവ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് എല്ലാവരുടെയും ഓരോ ഒരു ഇതായിരുന്നു, നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി നമുക്കിപ്പം ഇൻ ബിറ്റ്വീൻ ഷോട്ട്സ് നമുക്ക് സമയം കിട്ടും. സ്വാതി ഒരു നല്ല ഗായകനാണ്. അതെ, വളരെ രസമായിട്ട് അദ്ദേഹം പാടും. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ സെഷനൊക്കെ ഇടയ്ക്ക് നമുക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് അദ്ദേഹം മുൻകൈ എടുത്തത് ചെയ്യുമായിരുന്നു. പിന്നെ നന്ദു ചേട്ടൻ എൻ്റെ അത് അഭിനയിച്ചിട്ടുണ്ട്, നന്ദു പൊതുവാൾ. അദ്ദേഹത്തിനൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പല ആൾക്കാരെ അനുകരിച്ചൊക്കെ, അതായത് അനുകരിച്ച് കാണിക്കുക എന്നുള്ളതല്ല, ഓരോ ഇൻസിഡൻസ് പറയുന്നതാണ് ഈ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പണ്ട് നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ സോഹൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സോഹൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഹൻ ചേട്ടൻ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ കന്നാസും കടലാസും ഇതില്ലേ കാബുളിവാല. അപ്പോൾ കന്നാസും കടലാസിൻ്റെയും കൂടെ നമ്മുടെ പാൽ നിലാവിനും എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, അതിൻ്റെ അകത്ത് കുറേ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് സോഹൻ ചേട്ടനാണ്, പിന്നെ ഒന്ന് നമ്മുടെ സോബിനുണ്ടല്ലോ. അത് ശരിയോ, അതെനിക്കറിയില്ലായിരുന്നു, അതൊരു പുതിയ അറിവാണ്. പിന്നെ വേറൊരാൾ ഇന്നത്തെ വളരെ ലീഡിങ് പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വെണ്ണല്ലയുണ്ട്. അപ്പോൾ ഷിഹാബ് അതിൻ്റെ അകത്ത് ഒരാളാണ്. സോഹൻ ചേട്ടന് ഒരുപാട്
അതെ ഭാരം അത് തന്നെ. അതിൽ സോഹൻ ചേട്ടനുണ്ട്. അതെ, സോഹൻ ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസസ് അപ്പം നമുക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വളരുന്ന കാലത്ത് കണ്ട പടങ്ങളാണ്. അപ്പം ആ സമയത്ത് നടന്ന ബിഹൈൻഡ് ദ സീൻസ് പല കാര്യങ്ങളും അങ്ങനെ ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിംസ് അങ്ങനെ നമ്മൾ കളിച്ചിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നില്ല. സ്പേസ് വരാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഇത്രയും ചിലപ്പോൾ കളിച്ചത്. പ്രൊഡ്യൂസർ അല്ലായിരുന്നെങ്കിൽ ഒരു റൗണ്ട് അല്ല, അതൊരു പ്രഷർ എക്സ്ട്രാ ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും ചിന്തിക്കും പൈസ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. സൈജോട്ടം സാധാരണ കാണുന്ന രീതിയിലല്ലായിരുന്നു ഭരതനാട്യത്തിന്റെ സെറ്റിൽ ഞാൻ അതാ ഞാൻ ആദ്യം ഇങ്ങനെ ചോദിച്ചത്. കൂടിയ പോലെ തോന്നിയായിരുന്നു. കാരണം എക്സ്ട്രാ എഫേർട്ട് ആണല്ലോ ഷോൾഡർ ചെയ്യുന്നത്, അപ്പൊ എന്തായാലും അങ്ങനെ ആയിരുന്നിരിക്കും. ട്രെയിലറിൽ ഒരു വാചകം ചേട്ടൻ പറഞ്ഞു കേട്ടായിരുന്നു, ഈ ഒന്നും കാണാതെ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങില്ലല്ലോ. അതുപോലെ എന്തായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ട് തോന്നിയത്? ഇത് ഓക്കെ, ഇത് ഞാൻ ചെയ്യാൻ പോവാം, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വാട്ട് വാസ് ദി എലമെന്റ് ദാറ്റ് മേഡ് യു ഡു ദിസ്? ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ അല്ല, എന്നാൽ ത്രില്ലറാണ്. ത്രില്ലടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇതൊരു എന്താണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിൽ പെടുന്ന ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സിനിമയല്ല. പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റുകളുണ്ട്. പക്ക കോമഡി എൻ്റർടൈനർ ആണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഈ കാരിക്കേച്ചറിഷ് സ്വഭാവങ്ങളില്ല ഇതിൻ്റെ അത് ക്യാരക്ടേഴ്സിന്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, ഇപ്പം പലപ്പോഴും കാരിക്കേച്ചറിഷ് ഒരു സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും, ഇപ്പം ഫോർ എക്സാമ്പിൾ ആട് പോലത്തെ ഒരു സിനിമ, ആടിൽ എനിക്ക് ആക്ച്വലി അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടേഴ്സിനെയും ഞാൻ അതുപോലത്തെ ക്യാരക്ടേഴ്സിനെയും കണ്ടിട്ടില്ല. ഓക്കെ, ഇപ്പം അറക്കലഭിയം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഓക്കെ ഈ ഒരാളെ അല്ലെങ്കിൽ ഈ ഒരാളെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാരിക്കേച്ചേഴ്സ് അല്ല ഇതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ്. ബട്ട് എല്ലാം ഇൻക്ലൂഡാണ്. നിങ്ങളെ ത്രില്ലടിപ്പിക്കും, ട്വിസ്റ്റുകളുണ്ട്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, ചിരിപ്പിക്കും. ഇതെല്ലാം എല്ലാ ഇമോഷൻസും ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട ചേരുവകളെല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ എഡിറ്റഡ് ആയിരുന്നു. കൃഷ്ണദാസ് തന്നെയാണ് റൈറ്റർ. അതിൻ്റെ പുള്ളി തന്നെയാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും എനിക്കൊന്ന് 4-5 ഡ്രാഫ്റ്റ്സ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ എഡിറ്റഡ് സ്ക്രിപ്റ്റാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അതിൻ്റെ അകത്തൊന്നും മാറ്റാനും കൂട്ടാനും ഒന്നുമില്ല. നമ്മുടെ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 1 മിനിറ്റാണ്. ഇത് ഞാൻ കേട്ട സമയത്ത് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഓർത്തിരുന്നത് ഓക്കെ 2:10 വരെയൊക്കെ ഇതിന് മാക്സിമം ഇതിൻ്റെ ഡ്യൂറേഷൻ കാണുള്ളൂ. പക്ഷേ അതിലും കുറവാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വലിവ്, ലാഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പല വേർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും മിക്കവാറും ഓഡിയൻസ് ഈ സിനിമയെ പറ്റി പറയാൻ സാധ്യതയില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് ഇന്നാവാന്നുള്ളൊരു ഉൾവിളി നമുക്കുണ്ടായത്. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു 5 ഡ്രാഫ്റ്റുകൾ കഴിഞ്ഞു. നേരത്തെ ഞാൻ ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഈ വാസ് ലൈക്ക്, മഞ്ജു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ പല സ്ക്രിപ്റ്റുകളിൽ പല സിനിമകളിലൊക്കെ ആ സമയത്തിരുന്ന് നമ്മൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് ചെറിയ മാറ്റങ്ങൾ എഴുതി തിരുത്തുകളൊക്കെ നടത്തും. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. നിങ്ങൾക്കും മുമ്പ് അഭിനയിച്ച സിനിമകളിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. വാട്ട് വാസ് ഡിഫറെന്റ് ഫ്രം ദിസ് മൂവി? അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ബേസിക്കലി സൈജോട്ടുണ്ട്. അവിടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ എൻഗേജ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹം അത് നമ്മൾ എന്താ ലൈക്ക് ആ ഒരു ഡിസ്കഷനിലാണ് ബേസിക്കലി സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഒരു ഡിസ്കഷനിലോ റിഹേഴ്സലിലൊക്കെയാണല്ലോ നമ്മളൊരു സീനിലോട്ട് എത്തുന്നത്, ഫൈനലി ഡിറൈവ് ചെയ്യുന്നത്. മേ ബി അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാ സിനിമയിലും വരുന്നതാണ്. പക്ഷേ സൈജോട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കിട്ടും ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര, കാരണം അദ്ദേഹം ഒരു നാച്ചുറൽ ആക്ടറാണ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയി പോകും. പറഞ്ഞ് വെറുതെ ആൾക്കാരുടെ ട്രോളും ഇങ്ങനെയൊന്നും പറയല്ലേ. അല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ സിനിമയിലും പ്രത്യേകിച്ച് എന്റെ മെയിൻ എക്സൈറ്റ്മെന്റ് തന്നെയാണ് സൈജോട്ടിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ. സ്വാതി കോമ്പിനേഷൻ ഇല്ല അങ്ങനെ സ്വാതിയായിട്ട്. പക്ഷെ സ്വാതി തുണ്ടില് സായികുമാർ സാറിനെ പോലത്തെ ഒരാൾ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. ഒരു ചെറിയ സീനിലല്ലേ, ഒറ്റ കോമ്പിനേഷൻ ഉള്ളൂ, ആ ഒറ്റ സീനിലേ ഉള്ളൂ കോമ്പിനേഷൻ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ കൂടെയും ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സൈജോട്ടൻ പറഞ്ഞ പോലെ സോഹൻ ചേട്ടനും എല്ലാവരും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർ. ഹ്യൂമർ ഉണ്ട് കഥയിലും സാധനങ്ങളിലൊക്കെ. ഞാൻ പൊതുവെ ഹ്യൂമർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ സിനിമകൾ. അവരെ ഹ്യൂമർ ടൈമിങ് അഭിരാമിനെ ഇപ്പൊ ഞാൻ എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയല്ല ഞാനിത് പറയാതിരിക്കുന്നു. പക്ഷെ എന്നെ പറ്റി ആദ്യമേ കയറി പറഞ്ഞ് നോക്കി കയറി കൂടി ചോദിച്ചു.
അദ്ദേഹത്തിന്റെ പറവ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ അഭിരാമിനെ ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇല്ല പറവ തന്നെയാണ്. പറവയാണ് ആ first. അത് ചന്ദ്രേട്ടനെ ഇവിടെ അതിനകത്ത് ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട്, പക്ഷെ പറവയാണ്. ഞാൻ പറവയെ ആദ്യം കണ്ടത്. അപ്പം പറവയില് ഒരു സീക്വൻസ് ഉണ്ട്, ഇവര് ക്യാരം ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു കല്യാണം വിളിക്കാൻ വേണ്ടി. കല്യാണം വിളിക്കാൻ വേണ്ടി അർദ്ധവർഷവും വരുന്നത്. മജീദ് എന്താ ഹക്കീം, എടാ ഹക്കീമേ, ആ. അതാണ് എനിക്ക്. അതിനകത്ത് ചമ്മുന്ന ഈ ചമ്മല് നമുക്ക് ലൈഫില് ഈസി ആയിട്ട് ചമ്മും സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ. പക്ഷെ സിനിമയിലെ ആക്ഷൻ പറയുമ്പോഴത്തേക്കും ചമ്മല് കൊണ്ടുവരുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും എക്സ്പീരിയൻസ് കാരണം. പക്ഷെ ചമ്മൽ എപ്പോഴും ഒരു പ്രശ്നമാണ്. ഭയങ്കര നാച്ചുറലായിട്ട് ചമ്മിയ 1-2 ആക്ടേഴ്സ് ഞാൻ കണ്ടത്. ഒന്ന് അഭിരാം, അത് ഭയങ്കര രസമായിരുന്നു. ആ സീക്വൻസുകൾ ഇപ്പൊ ഇങ്ങനെ കാണുന്നില്ലേ? ഭയങ്കര രസമായിട്ട്. ഞാൻ അന്ന് അപ്പം ഇദ്ദേഹത്തിന്റെ പേരെന്താന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ അതിനുശേഷം നമുക്ക് മനസ്സിലായി അഭിരാം എന്ന് പറഞ്ഞ ഒരാളാണ്, പയ്യന്നൂരുകാരനാണ്. പിന്നെ എങ്കിലും ചന്ദ്രികയിലാണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊക്കെ അല്ല, ഞാൻ അതിലേക്ക് കൂടുതൽ പിന്നെ ഞാൻ ബിൽഡപ്പ് കൊടുക്കുന്ന പോലെ അത് വിട്ടേക്കാം. സോ പിന്നെ വേറൊരാൾ ഈ ചമ്മുന്നതായിട്ട് ഞാൻ അഭിനയിച്ച ഒരു ഷോട്ടിൽ കേട്ടോ, കീർത്തി ചക്രയിൽ സന്തോഷ് ജോഗി എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സോങ് സീക്വൻസിലാണ് ഒരു ചെറിയ ചമ്മുന്ന ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. ഭയങ്കര റിയൽ ചമ്മലായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ നമ്മള് എല്ലാ ആക്ടേഴ്സും എന്താണ് ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴത്തേക്കും ചമ്മയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇവര് ചെയ്തത്രയും. ചേട്ടൻ പറഞ്ഞോണ്ട് മാത്രല്ല ഈ റിയലി നോട്ടിസ്ഡ്. അതല്ല, അത് എന്റെ അടുത്ത് ആരാന്ന് അറിയോ, ബാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈജു കുറുപ്പ് നിങ്ങൾ ബിടെക് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണോ, സൈജു വാസ് ആസ്കിങ് അബൌട്ട് യു മാൻ അല്ലേ? ഓക്കെ, ഞാൻ വന്നു ഓക്കെ സൈജു. പിന്നെ സൈജുട്ടനെ നേരിട്ട് കണ്ടപ്പോ ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ലൊക്കേഷനിൽ അവിടെ വന്ന് ഞങ്ങൾ അങ്ങനെയാണ് സൈജുട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യണത്. പിന്നെ സ്വാതി നമ്മള് തല്ലുമാലയില് ഭയങ്കര ഒരു ആക്ഷൻ ആക്ടറായിട്ടാണ് നമ്മൾ കണ്ടത്. സ്വാഗ് ആണല്ലോ മൊത്തം. ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ ഡാൻസും പരിപാടിയും മൊത്തം കളറാണല്ലോ. അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് തിയേറ്ററിൽ നിന്ന്. അതിനുശേഷം ഇതിന്റെ അകത്തൊരു അല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. അയ്യോ ഇല്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം. പറയൂ. I was about to get in there. അപ്പോഴാണ് ഇതെല്ലാം കണക്റ്റഡ് ആവുന്നത്. ഒന്നുമില്ല, തല്ലുമലയുടെ കേസ് സന്തോഷം, താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ പടം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടില് കസിൻസിൻ്റെ കൂടെ ഒക്കെ ഒരു വെക്കേഷന് പോയിരുന്ന ഒരു ഫീലായിരുന്നു. അത്രയും ഭയങ്കര അടുപ്പം, കുറച്ച് നാളുകൊണ്ട് ഭയങ്കര അടുപ്പം. സൈജേട്ടനും ഞാൻ എൻ്റെ ചേട്ടൻ എന്നുള്ളൊരു പൊസിഷനിലാണ് ഈ പടത്തിൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അത് എനിക്ക് ഓൾറെഡി സെറ്റിൽ തന്നെ കിട്ടി. സൈജേട്ടൻ്റെ എന്നോടുള്ള ഈ പറഞ്ഞ പോലെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈജേട്ടൻ്റെ പെരുമാറ്റമൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളായിട്ട് ഈ സെറ്റിൽ. പിന്നെ കുറേ പിള്ളേരും ഉണ്ട് എല്ലാം. പിന്നെ അഭിരാമേട്ടൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയുന്ന ആൾക്കാരനെ ചുറ്റും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തൊരു പടമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ഫ്രം ദം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഐക്കോണിക് ആയിട്ട് സൈജേട്ടനോ അല്ലെങ്കിൽ സൈജേട്ടൻ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കഥകളോ എല്ലാം പെട്ടെന്ന് മനസ്സിലുണ്ടാവും. ലൈക്ക് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ പറഞ്ഞ്, എന്തെങ്കിലും ലൈക്ക് ഉണ്ടാവുമല്ലോ. അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇവരുടെ കൂടെ ഇരുന്ന എല്ലാവർക്കും അറിയാം. നന്ദു ചേട്ടനൊക്കെ സോഹൻ ചേട്ടനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കൂല. അവരൊക്കെ അവർ സോഹൻ ചേട്ടനും നന്ദു ചേട്ടനും വരുമ്പോൾ ഇഷ്ടംമാതിരി കഥകൾ അവർ പറഞ്ഞുതരും. അവർക്ക് അത്യാവശ്യം കോമിക് ടൈമിംഗ് ഉണ്ട്. നമുക്ക് ചിരി വരും. ഞാൻ പിന്നെ ഇത് കേൾവിക്കാരൻ മാത്രമാണ്, ശ്രോതാവ് മാത്രമാണ്. അല്ല, നമുക്ക് ചിരിക്കാൻ തന്നെ സമയം തികയില്ല. ടൈമിംഗ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹ്യൂമർ കഥ അറിയായിരിക്കാം, പക്ഷെ അത് ഇടുന്ന രീതി, നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചിരിച്ചോ. സൈജയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പോസ്റ്ററിൽ കാണുമ്പോൾ സൈജു കുറുപ്പ് എന്നൊരു നടന്റെ നമുക്ക് ഫസ്റ്റ് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന കാര്യം കണ്ണാണ്. സീരിയസ്ലി. അപ്പോൾ എടുത്ത് നിൽക്കും, നമുക്ക് പെട്ടെന്ന് ആദ്യം ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ പക്ഷെ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഐ കുഡ് ഫീൽ ലൈക്ക് രണ്ടുപേരും ഒരേപോലെ സെയിം. അപ്പോൾ ഇതിനകത്തും ആ ഒരു സിമിലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ മോനാണോ അല്ലേ? ഗസ് ചെയ്യാൻ പറ്റും നമുക്ക്, ഒബ്വിയസ്ലി കാണാൻ അല്ലേ? ആയിരിക്കില്ല. ഓക്കെ. അപ്പൊ സായി പക്ഷെ ഇത് ആരെയും കണ്ണു കാണുന്നില്ലല്ലോ. കണ്ണ് കാണുന്നില്ലല്ലോ ആരുടെ. ഓ യാ, നോക്കുമ്പോഴേക്കും പക്ഷെ ഇതില് ഭയങ്കര സിമിലർ ആയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞല്ലോ ക്യാരക്ടർ ഈ ആട് സിനിമയിൽ ചെയ്ത ക്യാരക്ടറിന്റെ പോലത്തെ കാണാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും അല്ലാത്ത ഒരുപാട് സിനിമകൾ നോക്കുമ്പോൾ വെരി സിമ്പിൾ ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയത്
ചേട്ടന്റെ ക്യാരക്ടർ ഈ ട്രെയിലർ കണ്ടപ്പോ. കാരണം ഈ ടിപ്പിക്കൽ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാം അറിയണം, എല്ലാം അന്വേഷിക്കണം, അങ്ങനത്തെ. നിങ്ങളുടെ ലൈഫിലും അങ്ങനത്തെ ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനത്തെ ടിപ്പിക്കൽ നാട്ടുകാരനല്ലേ, നമ്മൾ ഈ നാട്ടിൽ തന്നെയല്ലേ. ആണല്ലേ? സുഭാഷ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. സുഭാഷ് എന്നാണ് ഞാൻ മറ്റേ ഡയലോഗ് പറയുന്നത്. നമ്മളൊന്നും കാണാണ്ട് ഒരു പരിപാടിക്ക് ഇറങ്ങില്ലല്ലോ. അത് ആക്ച്വലി കൃഷ്ണദാസ് എനിക്ക് തന്നൊരു പണിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സൈജു ഗ്രൂപ്പ് പ്രൊഡക്ഷൻസിനും കൊടുത്തു. അല്ല, ഒരുപാട് കമന്റ്സും ഉണ്ട്, കറക്റ്റ് ടൈമിംഗ് ആണ്, ലൈക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ വീഡിയോന്റെ താഴെ കണ്ട കുറച്ച് സംസാരം മിഥുനം വൈബ് അടിക്കണ്ടെന്ന് പറഞ്ഞു. പറയുന്നുണ്ട്. അത് എനിക്കൊന്ന് മണികണ്ഠൻ പട്ടാമ്പി മറ്റേ മണിച്ചേട്ടൻ, അത് തന്നെ അതായിരിക്കും. വേണുചേട്ടൻ. അപ്പൊ മണിച്ചേട്ടൻ അത്. പക്ഷെ ആ സീക്വൻസ് ഒക്കെ ശരിക്കും നമുക്കൊരു പഴയ കാലത്തിന്റെ ഒരു മെമ്മറി ഒക്കെ, ചെറിയ നൊസ്റ്റാൾജി ഒക്കെ തരുന്നുണ്ട് ആക്ച്വലി. ശരിക്കും ആ സിനിമ ട്രെയിലർ കാണുമ്പോഴൊക്കെ നമുക്ക് എന്തോ അതിനകത്ത് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താന്ന് ഒരു രീതിയിലും ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെ ഈ പേരും അതുപോലെ തന്നെ മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലിമെന്റ്സ് ഉണ്ടെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ചില ട്രെയിലേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതെന്തായിരിക്കും നമുക്കൊരു ലൈൻ കിട്ടും, പക്ഷെ ഇത് അതൊട്ടും കിട്ടിയില്ല. ആൻഡ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ദ ട്രെയിലർ ടു. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചേട്ടോട് കാര്യം ചോദിക്കാം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മനസ്സിലായി യു ആർ എ ഗ്രേറ്റ് സിംഗർ. ഒരു പാട്ട് പ്ലീസ്. രാവിലെ പഠിപ്പിച്ചത് മറ്റേ 8ാമത്തെ അല്ലേ? ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചോദിക്കുവാൻ. സൈജു ചേട്ടൻ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു പ്രൊഡ്യൂസർ ആയിരിക്കാം. അല്ല ഫസ്റ്റ് ആയിരിക്കാം, പക്ഷെ നല്ലൊരു പാട്ടുകാരനാണ് എന്ന് എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നല്ലൊരു പാട്ട് ഇരിക്കട്ടെ, പാട്ട് പ്ലീസ്. ഓക്കെ, കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട്. അതെ, അപ്പൊ നമ്മുടെ രംഗീല എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് ഉദിത് നാരായൺ ആണ് പാടിയത്, ആമിർ ഖാനാണ് പാടി അഭിനയിച്ചത്. അതിൻ്റെ അകത്ത് ഒരു 4 വരി, ഇടയ്ക്ക് ചിലപ്പോൾ അത് വരികൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യത നോക്കാം. क्या करे क्या ना करे ये कैसी मुश्किल है, कोई तो बता दे इसका हल ओ मेरे भाई, कि एक तरफ तो उससे प्यार करे हम और उसको ही ये कहने से डरे हम, तो क्या करे क्या ना करे ये कैसी मुश्किल है, कोई तो बता दे इसका हल ओ मेरे भाई. പോരെ? ഇതിന്റെ അർത്ഥം അറിയുന്നവർക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ലൈക്ക് ദ കോൺവെർസേഷൻ ദാറ്റ് വി ഹാഡ്, ഇറ്റ് വാസ് ഗ്രേറ്റ്. ഐ എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ ഇതുപോലെ എന്റെ സിനിമയും ഏറ്റവും ഭംഗിയുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, മാസീവ് ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.